നമസ്കാരം. നെഹ്റു എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തിലൂടെ ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായതെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ കണ്ടതാണ്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പട്ടേലിനെ തഴഞ്ഞ് നെഹ്റുവിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മഹാത്മാഗാന്ധി നിർദ്ദേശിക്കാനുള്ള പ്രധാന കാരണം നെഹ്റുവിന്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള പരിചയവും വിദേശ നയങ്ങളിൽ നെഹ്റുവിനുള്ള അറിവുമൊക്കെയായിരുന്നു. അതൊക്കെ ഭാരതത്തിന് ഉപകാരപ്പെടും എന്ന് മഹാത്മാഗാന്ധി കരുതി. നെഹ്റുവിനെയാണ് ഭാരതത്തിന്റെ വിദേശ നയത്തിന്റെ പിതാവായി കരുതുന്നത്. പക്ഷേ നെഹ്റു ഉണ്ടാക്കിയെടുത്ത വിദേശ നയം എത്രമാത്രം ശക്തമായിരുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രാജ്യത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായത് എന്നും പരിശോധിക്കേണ്ടതുണ്ട്. നെഹ്റുവിന്റെ വിദേശ നയം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തുവാനല്ലാതെ രാജ്യത്തിന് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ വിദേശ നയം നല്ലതായിരുന്നുവെങ്കിൽ എങ്ങനെ നമ്മുടെ അതിർത്തി രാജ്യങ്ങളെല്ലാം നമ്മുടെ ശത്രുക്കളായിട്ട് മാറി? 47-ൽ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഈ രാജ്യങ്ങളൊന്നും നമ്മുടെ ശത്രുക്കളായിരുന്നില്ല. ഇത് ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഭാരതവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നു ടിബറ്റ്. ടിബറ്റ് ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു. ഈ ടിബറ്റിനെ ചൈന ആക്രമിച്ച് കീഴടക്കിയപ്പോൾ നെഹ്റു ഒരക്ഷരം മിണ്ടിയില്ല. മാത്രമല്ല, അദ്ദേഹം ആക്രമിച്ച ചൈനയ്ക്ക് അനുകൂല നിലപാടായിരുന്നു എടുത്തത്. ഇതെന്ത് വിദേശ നയമാണ്? എന്നിട്ട് ചൈന നമ്മളെ വെറുതെ വിട്ടോ? അവർ നമ്മളെയും ആക്രമിച്ചു. ഈ ആക്രമിച്ച ചൈനയ്ക്ക് വേണ്ടി, ചൈന നമ്മളെ ആക്രമിക്കുന്നത് 1962-ലാണ്. 63-ൽ പോലും ചൈനയ്ക്ക് വേണ്ടി UN-ൽ സ്ഥിരാംഗത്തിന് വേണ്ടി വാദിച്ച വ്യക്തിയാണ് നെഹ്റു. ഇതാണ് നെഹ്റുവിന്റെ വിദേശ നയം. ഏതാണ്ട് 7500 കിലോമീറ്ററിലധികം അതിർത്തി നമുക്ക് ചൈനയുമായും പാകിസ്ഥാനുമായും മാത്രമുണ്ട്. ലോകത്തിലെ ഏറ്റവും അസ്ഥിരമായ അതിർത്തിയാണത്. 75 കൊല്ലം കഴിഞ്ഞിട്ടും ഈ അതിർത്തി തർക്കം പരിഹരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്ത് ഫൗണ്ടേഷനാണ് നെഹ്റു ഇട്ടതെന്നാണ് പറയുന്നത്? നെഹ്റു ചേരിചേരാ നയത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതികളുടെയും വക്താവായിരുന്നു. എന്നാൽ 62-ൽ ചൈന നമ്മളെ ആക്രമിച്ചപ്പോൾ ഇവരാരും നമ്മുടെ സഹായത്തിന് വന്നില്ല. ഒരു സോഷ്യലിസ്റ്റ് രാജ്യമോ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമോ ഒരു ചേരിചേരാ രാജ്യമോ നമ്മുടെ സഹായത്തിന് വന്നില്ല. നമ്മളെ അന്ന് സഹായിച്ചത് ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയിൽ പ്രവർത്തിച്ചിരുന്ന US-ഉം നയതന്ത്ര ബന്ധം പോലും ഉണ്ടാക്കുവാൻ നെഹ്റു വിസമ്മതിച്ച ഇസ്രായേലുമാണ്. ഒരു രാജ്യത്തിന്റെ പോളിസി വിലയിരുത്തപ്പെടേണ്ടത് അത് ആ രാജ്യത്തിന് എന്ത് ഗുണം ചെയ്തു എന്നതനുസരിച്ചായിരിക്കണം. നെഹ്റുവിന്റെ വിദേശ നയം ദേശീയ താല്പര്യങ്ങളെക്കാൾ അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായക്കായിരുന്നു ഊന്നൽ നൽകിയിരുന്നത്. 1951 സെപ്റ്റംബർ 27-ന് നെഹ്റു ക്യാബിനറ്റിൽ നിന്നും രാജിവെച്ചുകൊണ്ട് അംബേദ്കർ നടത്തിയ പ്രസംഗത്തിലെ കുറച്ചു ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതാണ് അംബേദ്കർ പറഞ്ഞത്. 1947 ഓഗസ്റ്റ് 15-ന് ഭാരതം സ്വതന്ത്രയാകുമ്പോൾ ഒരു രാജ്യവും നമ്മളുടെ ശത്രുക്കളായിരുന്നില്ല. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നമ്മളുടെ സുഹൃത്തുക്കളായിരുന്നു. 4 വർഷങ്ങൾക്കിപ്പുറം നമ്മളുടെ സുഹൃത്തുക്കളെല്ലാം ശത്രുക്കളായി മാറി. നമ്മൾക്ക് സുഹൃത്തുക്കൾ ആരും ഇന്നില്ല. നമ്മൾ ഒറ്റപ്പെട്ടു. UN-ൽ നമ്മളുടെ പ്രമേയങ്ങളെ പിന്താങ്ങുവാൻ പോലും ഇന്ന് ആരുമില്ല. നമ്മളുടെ വിദേശ നയം നമ്മളുടെ പ്രശ്നങ്ങളെക്കാൾ മറ്റു രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഊന്നൽ കൊടുക്കുന്നു. ഇത് പറഞ്ഞത് ഞാനല്ല, ഡോക്ടർ BR അംബേദ്കറാണ്. നെഹ്റുവിൻ്റെ മറ്റൊരു ബ്ലണ്ടറുമായി അടുത്തയാഴ്ച കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.